الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ പള്ളിയിൽ ഈ സമയത്ത് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മൾക്ക് പരിചയമുള്ള പലർക്കും കഴിയാത്ത ഒരു കാര്യമാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അമല് ചെയ്യാനും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു എന്നതാണ്. ആ അർത്ഥത്തിൽ മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും മികച്ച ഒരു കാര്യമാണ് നമുക്ക് കൈവന്നിട്ടുള്ള ഈ അനുഗ്രഹം. അള്ളാഹു നമ്മിൽ നിന്നത് എല്ലാം സ്വാലിഹ അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സംസാരത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് അതിനോട് അടുത്തുകൂടെന്ന് നിയമമാക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിധേയരായി ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ലോകാടിസ്ഥാനത്തിൽ എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഏതെല്ലാം രൂപത്തിലുള്ള പ്രതിസന്ധികളും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെങ്കിലും മദ്യപാനം പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അകന്നു നിൽക്കുക എന്ന ആ ഒരു രീതി ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ മതത്തിന്റെ കർശനമായ വിലക്കുകൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ ലഹരി ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ മതം പറഞ്ഞതുകൊണ്ട് മതപരമായ വിലക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അവിടെ ഒക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധവും മുസ്ലിങ്ങൾ ചെയ്തു വരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നിർവഹിച്ച് 14 നൂറ്റാണ്ടുകളിൽ അധികം കഴിഞ്ഞു. ഇന്നും മുസ്ലിങ്ങൾ ആ ജാഗ്രത അതേപടി തുടരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. 2014
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് 2014 ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ ആൽക്കഹോൾ ആൻഡ് ഹെൽത്ത് എന്നാണ് അതിന് പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഖത്തർ, അതുപോലെ സിറിയ, പലസ്തീൻ പോലെയുള്ള മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് അമുസ്ലിം രാജ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമില്ലാത്ത മറ്റ് രാജ്യങ്ങളെക്കാൾ ലഹരിയുടെ കാര്യത്തിന്, മയക്കുമരുന്നിന്റെ കാര്യത്തിലൊക്കെ ഈ രാജ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാകുന്നു എന്നാണ്. ഇത് ലോകാടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ്. ഇതേ കൊല്ലം തന്നെ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു വീക്കിലി ഉണ്ട്, നമ്മളെ കേരളത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അതിൽ വന്നിരുന്നു. അതിൽ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മദ്യപാനം മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ കുറവാകുന്നു ചോദിച്ചാൽ മുസ്ലിങ്ങൾ മതപരമായി അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിലക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ പരിഗണിക്കുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിന്റെ ഏകദേശം 25.7%, കാൽ ഭാഗത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാർ ലോക ജനസംഖ്യയിൽ 14% വരും. അപ്പൊ ഇങ്ങനെ 14% വരുന്ന യൂറോപ്യന്മാർ 25% വരുന്ന മദ്യവും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. അപ്പൊ പുരോഗതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ കൂടെ ഉപയോഗമാണ് എന്ന് ധരിക്കുന്ന ഒരു സമൂഹം നമ്മളെ ലോകാടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് മതപരമായ വിലക്കിന്റെ അടിസ്ഥാനത്തിൽ അത് പാടില്ലാത്തതാകുന്നു, നിഷിദ്ധമാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അതിനെതിരെ നിൽക്കുന്നവരാണ് വിശ്വാസികൾ. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പല റിപ്പോർട്ടുകളിലും നമ്മുടെ നാട്ടിൽ വരുന്ന പുറത്തിറങ്ങുന്ന പത്രങ്ങളിലൊക്കെയും ഈ വിഷയത്തിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഞാനും നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? WHO 2014 പറയുന്നു മുസ്ലിങ്ങൾ ഗണ്യമായി ആ എണ്ണത്തിന്റെ കാര്യത്തിൽ അവർ വളരെ കുറവാണ്. വിശ്വാസികൾ ജീവിക്കുന്നിടത്ത് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എന്ന് പറയുമ്പോഴും അടുത്ത കാലത്തായിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുസമൂഹത്തില്, ന്യൂ ജനറേഷനില് വന്നുകൊണ്ടിരിക്കുന്ന ചില വിശ്വാസപരമായ പ്രശ്നങ്ങളാണ്. നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുന്നവരാണെങ്കിൽ, സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പല ചെറുപ്പക്കാരും ഇന്ന് വല്ലാതെ പുരോഗമനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്ന, പരിഷ്കരണം എന്ന് പറയുന്ന, വിപ്ലവം എന്ന് പറയുന്ന ചില ആദർശവുമായിട്ടൊക്കെ വല്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലിബറലിസം എന്നോ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന സ്വതന്ത്രവാദക്കാര് അവർ ക്യാമ്പസുകളിൽ പോയി പറയുന്നത് മതം എന്നത് അങ്ങനെ വിശ്വസിച്ചാചരിക്കേണ്ട ഒരു കാര്യമല്ല, അത് പൂർവികരാരോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്, അതിന്റെ പുറത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വം പരിപൂർണമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് പലതിൻ്റെയും പേരിലെ മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം ചെറുപ്പക്കാരികളെയും മതത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് ഇന്ന് ലഹരി വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. അതുകൊണ്ടാണ് പിടിക്കപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ആകാനുള്ള കാരണം അവരുടെയും മനസ്സിലേക്ക് ഈ അരാജകത്വവാദം, ഈ യുക്തിവാദം, ഈ നിരീശ്വരവാദം ഇതിങ്ങനെ കടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാല്, നമ്മുടെ വളർന്ന മക്കളിൽ നീ മദ്യപിക്കരുത് എന്നോ നീ ലഹരി ഉപയോഗിക്കരുത് എന്നോ നമ്മുടെ കുട്ടികളോട് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് പോന്നിട്ടില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ. പരിശുദ്ധ ഖുർആനിലെ 4 തരം സൂറത്തുകളുണ്ട്. അതിന്റെ ദൈർഘ്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള 4 തരം.
അതിൽ മുഫസ്സിലായിട്ടുള്ള സൂറത്തുകൾ, താരതമ്യേന ചെറിയ സൂറത്തുകൾ, അതിൽ ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ, അതിൽ സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളുണ്ട്, നരകത്തെക്കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ മുഖേന മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിശ്ചയിച്ചു നൽകിയിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുഖേന നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ ചെറിയ ചെറിയ സൂറത്തുകളിലും വലിയ സൂറത്തുകളിലും പറയുന്നുണ്ട്. പക്ഷേ ആയിഷ ബീവി പറയുന്നു, ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഇത്തരം സൂറത്തുകളിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പ്രതിപാദ്യമുണ്ടായി. ഹത്താ ഇദാ താബൻ നാസ് ഇലൽ ഇസ്ലാം, അത് കേട്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ധാരാളമായിട്ട് വന്നു. എന്ത് കേട്ട്? ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ട്. സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നത്, ആ സ്വർഗം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നരകത്തിൽ നിന്ന് എനിക്ക് അകന്നു നിൽക്കണമെന്ന ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോ നസൽ ഹലാൽ വൽ ഹറാം, പിന്നെ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആ സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ഉപയോഗിച്ച് തന്നെ അവരെ ബോധവൽക്കരിച്ചു. അങ്ങനെ ആ പരലോകത്തെക്കുറിച്ചുള്ള ബോധം, മരണത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതം എങ്ങനെയാവണമെന്നുള്ള ചിന്ത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെട്ടവർ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. അതല്ല, ഇതിന് വിരുദ്ധമായി, ഇതിന് നേരെ വിപരീതമായി ആദ്യം ആ സമൂഹത്തോട് നിങ്ങൾ മദ്യം കഴിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അവര് പറയാ, അത് ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്നായിരുന്നു അവർ പറയുമായിരുന്നത്. അതല്ല, അവരോട് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുകയില്ല എന്ന് ഞങ്ങൾ പറയും എന്ന് അവർ പറയുമായിരുന്നു. ഏത് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ പരലോകത്തെ കുറിച്ചിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ സമൂഹത്തെ കുറിച്ചും എന്തുകൊണ്ട് ഇത്തരം തെറ്റായ വഴിയിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നു, നമ്മുടെ തലമുറ പോകുന്നു, അല്ലെങ്കിൽ നാം തന്നെ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം പരലോകത്തെ കുറിച്ചിട്ടുള്ള ബോധം കുറഞ്ഞു വരുന്നു എന്നതാണ്. നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു മേഖലയാണിത്. ഞാനും നിങ്ങളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളോട് പരലോകത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ബോധം നമ്മളെ കുട്ടികളിൽ അടിയുറച്ചുണ്ടാക്കിയാൽ മാത്രമേ ഈ മദ്യത്തിൽ നിന്നും അതുപോലെ മയക്കുമരുന്നിൽ നിന്നൊക്കെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതല്ലാത്ത എല്ലാ നിയമവും, പോലീസ് വരുന്നു, പോലീസിനെ പേടിച്ച ആളുകൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പോലീസിന്റെയോ നിയമ സംവിധാനങ്ങളുടെയോ അകത്ത് പെടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു സംവിധാനവും ആ ഒരു ജാഗ്രതയും ഇല്ലെങ്കിൽ ഈ ആളുകൾ പഴയ അവസ്ഥയിലൊക്കെ തിരിച്ചു പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ സമൂഹത്തിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങാൻ നമ്മൾ കാരണക്കാരാകുന്നുവോ, എത്രമാത്രം നമ്മൾ സൂക്ഷ്മതയോടുകൂടി ആ കാര്യം ചെയ്യുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പ്രദേശത്തുള്ള ഓരോ വീടുകളിലുമുള്ള യുവാക്കളെയും യുവതികളെയും എല്ലാവരെയും നമ്മൾ കാണണം. കൗമാരക്കാരെയും ഒക്കെ കണ്ട് അവർക്ക് മതബോധമുണ്ടാക്കാൻ, അവർക്ക് പരലോക വിശ്വാസം ഉണ്ടാക്കാനുള്ള കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള ക്യാമ്പയിനോ ചിലർ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മയക്കുമരുന്നിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സർക്കാരുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ഏതടിസ്ഥാനത്തിലാണോ ഇസ്ലാം 0% അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നത്? ആരായിരുന്നു അറബികൾ? നമുക്കറിയാം, നമ്മൾ ഒരുപാട് കഥ കേട്ടതല്ലേ. അറേബ്യൻ സമൂഹത്തെ കുറിച്ച് പറയുന്നത് 3Ws എന്ന ചരിത്രത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. 3Ws എന്ന് പറഞ്ഞാൽ വാർ, വൈൻ ആൻഡ് വിമൻ എന്ന. യുദ്ധം അവരുടെ ലഹരിയായിരുന്നു, മദ്യം അവരുടെ ലഹരിയായി ഉപയോഗിച്ചിരുന്നു, മറ്റൊന്ന് സ്ത്രീകളായിരുന്നു അവരുടെ ഇഷ്ടപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ 3 Wകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സമൂഹം.
ചില അറബി കവിതകളിൽ പറയുന്നത് പോലെ ഞങ്ങൾ മരണപ്പെട്ടാൽ പോലും ഞങ്ങളുടെ എല്ലുകൾക്ക്, ദ്രവിച്ചു പോയ എല്ലുകൾക്ക് നുകരാൻ, മദ്യം നുകരാൻ പാകത്തിൽ ഏതെങ്കിലും ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കുഴിച്ചിടണമെന്ന് പോലും വസിയത്ത് പറഞ്ഞവരുണ്ടായിരുന്നു എന്നൊക്കെ അറബി കവിതകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ അത്രമാത്രം മദ്യത്തിൽ ലയിച്ചിരുന്ന ഒരു സമൂഹം. നമ്മുടെ നാട്ടിലെ പോലെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ആഘോഷം ഉണ്ടാക്കുമ്പോൾ കൂടിക്കുടിക്കുന്നവരായിരുന്നില്ല അറബികൾ. അവര് അതിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അത്രമാത്രം അവർ അതുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവരെ കൊണ്ട് ഞങ്ങൾ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള മാനസിക പരിവർത്തനം അവർക്കുണ്ടായത് ഏതെങ്കിലും ഒരു നിയമത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നില്ല, മറിച്ച് പരലോക ബോധം അവർക്കുണ്ടായത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ നീയൊക്കെ പ്രവർത്തിക്കുകയാണ്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖിഹി, നീയൊക്കെ കഠിനമായ പരിശ്രമത്തിലൂടെ നിന്റെ റബ്ബിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫമുലാഖിഹി, അവനെ നീ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതൊരു ബോധമാണ്, അതൊരു തീർച്ചയാണ്. എന്താണ് ആ ബോധം? എന്റെ ജീവിതം ഞാൻ എന്തിനു വേണ്ടി അധ്വാനിച്ചാലും, ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിന് അധ്വാനം. ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ചിലർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും രംഗത്തായിരിക്കും, ചിലര് മതരംഗത്തായിരിക്കും, മതപ്രബോധന രംഗത്തായിരിക്കും. ഏത് രംഗത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും, ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന രംഗം ഏതാണെങ്കിലും ശരി, എന്റെ 24 മണിക്കൂറും നിങ്ങളുടെ 24 മണിക്കൂറും നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, ആ ഏത് വിഷയത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു, എന്തായാലും ശരി, നമ്മളുടെ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്കാവുന്ന സംശയമില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാ. നമുക്കിതിനൊരു അവസാനമുണ്ട് എന്നൊരു സംശയമില്ലല്ലോ. എൻ്റെ അടുത്ത നാട്ടില് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത്. സൈലന്റ് അറ്റാക്ക് എന്നാ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എത്രയേറെ യുവാക്കൾ, ചെറുപ്പക്കാർ, ഇപ്പൊ വലിയൊരു ചർച്ച നമ്മളെ ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഇപ്പോ ഈ യുവാക്കളുടെ മരണം. യുവാക്കൾ പെട്ടെന്ന് മരിച്ചു പോവുക, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു പോവുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ പോലും പറയുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നാ. ഏതോ രീതിയിൽ പെട്ടെന്ന് പാട്ട് പാടുമ്പോൾ സ്റ്റേജിൽ വെച്ച് വീണ് മരിച്ചു പോകുന്നു, ഫുട്ബോൾ ഗ്രൗണ്ടിൽ മരണപ്പെട്ടു പോകുന്നു. എല്ലാ സ്ഥലത്ത് വെച്ചും മരിക്കുക മനുഷ്യൻ. എന്താ കാരണം? അസുഖമൊന്നുമില്ല. അപ്പൊ അസുഖങ്ങൾ, നമ്മൾ കാണപ്പെടുന്ന അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ പോലും യുവാക്കളും യുവതികളും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോ എങ്ങനെയായാലും മരണത്തിലേക്കാണ് നമ്മുടെ യാത്ര, ഒരു സംശയമില്ല. അതാണ് റബ്ബ് പറഞ്ഞത്, ഈ യാത്രയിൽ നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നീ എന്തെല്ലാം ഇവിടെ കളിച്ചാലും ശരി, നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നീ എന്തിനു വേണ്ടി ചെലവഴിച്ചാലും ശരി, അത് നന്മയുടെ മാർഗത്തിനാണെങ്കിലും തിന്മയുടെ മാർഗത്തിനാണെങ്കിലും, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനമാണെങ്കിലും, ലഹരി വിൽപ്പന നടത്താനും കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാനും ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ ലഹരിക്ക് അടിമയാക്കാനുമാണ് നീ പരിശ്രമിക്കുന്നതെങ്കിലും, നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അവിടെ ചെന്നാ പിന്നെ സംഭവിക്കുന്നത് എന്താ? ആരുടെ കയ്യിലാണോ, വലത് കയ്യിലാണോ ഗ്രന്ഥം നൽകപ്പെടുന്നത്, അങ്ങനെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, നന്മകൾ കൂടുതൽ ചെയ്തവർ, അവരുടെ ഗ്രന്ഥത്തിൽ കൂടുതലായും രേഖപ്പെടുത്തിയിട്ടുള്ളത് നന്മകളെ കുറിച്ചാണ്. അങ്ങനെ നന്മകൾ ധാരാളമായി പ്രവർത്തിക്കുകയും അതെല്ലാം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുള്ള സ്വർഗാവകാശികളായ ആളുകൾ, അവർക്ക് ഹിസാബുണ്ട്. എന്ത് തരത്തിലുള്ള ഹിസാബ? യസീറ, വളരെ എളുപ്പത്തിലുള്ള ഒരു വിചാരണയാണ്. നേരെ മറിച്ച് അങ്ങനെ ആ ലളിതമായ വിചാരണ കഴിഞ്ഞ് ആ മനുഷ്യനതാ അവന്റെ ആളുകളുടെ അടുത്തേക്ക്, അവന്റെ ആളുകൾ, വിശ്വാസികളായ അവന്റെ സമൂഹത്തിലേക്ക് അവൻ ചെല്ലുന്നു. ആ ഒരുമിച്ച് കൂടിയ ആളുകളിൽ അവന്റെ ആളുകളിലേക്ക് അവൻ ചെന്നിട്ട് എങ്ങനെയാ ചെല്ലണത്? വളരെ സന്തോഷത്തോടു കൂടിയ, അല്ലെ നമുക്കെപ്പോഴാണ് സന്തോഷം കിട്ടുന്നത്? നമ്മളിവിടെ റിസൾട്ട് അറിയാൻ പോവുക, പരീക്ഷയ്ക്ക് റിസൾട്ട് അറിയാൻ പോയിട്ട് നമ്മൾ വിചാരിക്കാത്ത അത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള നല്ല മാർക്കൊക്കെ കിട്ടി, നല്ല ഉയർന്ന റാങ്കൊക്കെ കിട്ടിയാൽ നമ്മൾ വീട്ടിൽ ഒരു വിത്തുണ്ടല്ലോ, ഇപ്പൊ എൻട്രൻസിന്റെ പരീക്ഷന്റെ റിസൾട്ട് വന്നല്ലോ, അപ്പൊ ഉണ്ടായ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് അല്ലാഹ് പറയുന്നത്,
ആരുടെ കയ്യിലാണോ, വലത് കയ്യിലാണോ ഗ്രന്ഥം നൽകപ്പെട്ടത്, അവൻ എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണല്ലോ എന്ന സന്തോഷത്താൽ, അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവന്റെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലും. ഇനി അതല്ല, മുതുകിന്റെ പിൻഭാഗത്തുകൂടെയാണ് ഒരാൾക്ക് ഗ്രന്ഥം നൽകപ്പെട്ടതെങ്കിൽ അവൻ എന്റെ നാശമേ എന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തിന്മയുടെ ആളായിട്ടാണ് അവൻ. അപ്പൊ തിന്മയാണ് അവന് കൂടുതലായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നരകാവകാശിയാണ് ഞാനെന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ എന്റെ നാശമേ, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചതാണല്ലോ, ഇതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സമയം മുഴുവൻ ഞാൻ അനാവശ്യമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയല്ലോ എന്നൊക്കെ വിലപിക്കും അവൻ. ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അപ്പൊ ഈ രണ്ട് തരം മനുഷ്യരെ ഈ ഭൂമിയിലുള്ളൂ. ഒന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, മറ്റൊന്ന് നരകത്തിലേക്ക് പോകാൻ ഇടയുള്ള ആളുകൾ. സ്വർഗത്തിന്റെ ആളുകളാവാനുള്ള പരിശ്രമം നടത്താനുള്ളത് നമ്മുടെ കയ്യിലെ ഈ ജീവിതമാണ്. നമുക്കന്ന് നൽകിയിട്ടുള്ള ഈ ആയുസ്സുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വർഗം നേടാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലരും നരകത്തിൽ എത്തിപ്പെടുകയും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ സമയം എത്രയാണെന്ന് അറിയില്ല. അത് ഒരു ദിവസമാണോ, 2 ദിവസമാണോ, എത്ര കൊല്ലമാണ്, 40-ാം വയസ്സാണോ, 60-ാം വയസ്സാണോ, ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോഴും ഈമാനോടുകൂടി മരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ സൂചിപ്പിച്ചത് ഈ മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെയുള്ള ജാഗ്രത നമ്മുടെ അകത്തളങ്ങളിൽ നടക്കേണ്ടതാ, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ആളുകൾ ഇത്രമാത്രം മദ്യത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാര്യമായ ഒരു ചിന്ത നടത്തണം. നിങ്ങൾ പറയുക, എന്റെ വീട്ടിൽ അതൊന്നുമില്ല, ഞാൻ അതിനൊക്കെ എത്രയോ രക്ഷപ്പെട്ടവനാണ്, എന്റെ വീട്ടിലൊരു കുട്ടി പോലും അതിനടുത്തേക്ക് പോകില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ വെറും വ്യാമോഹങ്ങളാ. കാരണം അതിനേക്കാൾ കൂടുതൽ ഉറപ്പുള്ള ആൾക്കാർ, ഞാൻ ഗൾഫിലുള്ള സമയത്ത്, ഞാൻ അവിടെയുള്ള സമയത്ത് ഒരിക്കലും ഒരു 12 മണി കഴിഞ്ഞപ്പോണ്ട് പിന്നെ എന്റെ ക്ലാസ് പങ്കെടുക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തേക്ക് വരുന്ന ഒരാളെ കാണാനാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്ന് ഞാൻ നോക്കിയപ്പോ ഒരു കാറിലൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കാറിലേക്ക് കയറിയിരുന്നപ്പോ അവന്റെ കൈ കൊണ്ട് എന്റെ കൈ അവന്റെ നെഞ്ചത്തേക്ക് അമർത്തിച്ചെന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് എന്നെ കൊന്നു തരുമെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കൊല്ലണ പണിയൊന്നും എനിക്കറിയില്ല, എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു. അവൻ പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ നശിച്ചു പോയി ഉസ്താദെ, ഈ ഗൾഫിൽ വന്നിട്ട് ഞാൻ വളരെ മാന്യനായ ഒരു കുടുംബത്തിലാണ്, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മനപ്പാടായിരുന്നു, പക്ഷേ ഇന്നിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് നിന്ന് രക്ഷപ്പെടണം എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്രയേറെ ആളുകളാണെന്നറിയോ, വളരെ നല്ല കുടുംബത്തിൽ ജനിച്ചവർ, വളരെയധികം മതബോധത്തോടുകൂടി വളർത്തപ്പെട്ടവർ, അപ്പയും ഉമ്മയും ഒക്കെ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തിയവർ. പക്ഷേ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ വളരെ മോശമാകുമ്പോൾ അവർ അറിയാതെ തന്നെ അവർ അത്തരം അവസ്ഥയിലേക്ക് ചെന്നുകൂടാ. അല്ലാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ മക്കളെയും നമ്മുടെ കുട്ടികളെയും ഒക്കെ, നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നുപോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഈ ലഹരിയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടുംബ പ്രശ്നമാണ്. കുടുംബത്തില് പ്രത്യേകിച്ച് ഉമ്മയും വാപ്പയും തമ്മിൽ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ ചില കാര്യങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടേതായ അവകാശവാദങ്ങൾ ഉണ്ടാവും, ന്യായങ്ങൾ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. ആ ന്യായം ശരിയോ തെറ്റോ എന്നത് അവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളതിൽ ഇടപെടുമ്പോൾ നമുക്ക് ഇത്ര നിസ്സാരമാണല്ലോ ഈ കാര്യം, ഇതിനൊക്കെ വാശി പിടിക്കണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഇങ്ങനെ വാശി പിടിച്ചിട്ട് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് അവർ തകർക്കുന്നത് അവരുടെ മക്കളെയാണ്. സംശയം വേണ്ട, മക്കളെ കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം മക്കൾ തകർന്നു പോവുക,
മക്കൾ കാരണം സ്നേഹം വായിക്കപ്പെടുന്നു, സ്നേഹം കിട്ടാതെ വരുന്നു, സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പുറമേ എവിടുന്നാണോ സ്നേഹം അഭിനയിക്കുന്നവരെ അവർ കണ്ടുമുട്ടുന്നത്, അവരിലേക്ക് ആകൃഷ്ടരായി പലപ്പോഴും ഇത്തരം അവസ്ഥയിൽ അവർ എത്തിപ്പെടുക. അതല്ലെങ്കിൽ ഏതെങ്കിലും, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഏതെങ്കിലും നിലക്കുള്ള മോശമായ ഗ്യാങ്ങുകളിലേക്ക്, ഏതെങ്കിലും സംഘങ്ങളിലേക്ക് അവർ എത്തിപ്പെടുക, അവരുടെ കൈകളിലേക്ക് എത്തിപ്പെടുക. അപ്പൊ കുടുംബ തകർച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. പല മുസ്ലിം കുടുംബങ്ങളുടെയും ഉള്ളറകളിലേക്ക് ചെന്നാൽ വലിയ 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 പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ഞാൻ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥാപനത്തിൽ കുറെ കാലം ജോലി ചെയ്തതാണ്. ആഴ്ചയിൽ ഒരു ഫാമിലി എങ്കിലും ഇങ്ങോട്ട് വരും ഈ പ്രശ്നത്തിന്റെ പേരിൽ. കോടതി കേസ് കൊടുത്തിട്ട് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എങ്ങനെ മുന്നോട്ട് പോവുക. നമുക്ക് തന്നെ തോന്നുന്നു വളരെ എത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരാളുടെ ഭർത്താവിന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പൈസ എടുത്തിട്ട് സഹോദരനെ സഹായിച്ചതിന്റെ പേരിൽ ഭാര്യ തെറ്റിപ്പോയി. എന്നിട്ട് ഭാര്യന്റെ അടുത്തെന്ന് പറയും മുപ്പര് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, മുപ്പര് വളരെ സ്നേഹമുള്ള ആളെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാരണം എന്താ, കാരണം അവസാനം അന്വേഷിച്ച് നോക്കിയപ്പോ ഇതാ വിഷയം. മുപ്പരിങ്ങനെ സ്ഥലം കച്ചവടം ചെയ്ത് വിറ്റ് ആ കിട്ടിയ പൈസ മുഴുവൻ സഹോദരിക്ക് കൊടുത്തപ്പോൾ ഞാനായി കുറച്ച് സംസാരിച്ചു. ഞാൻ പറയാം ഇന്ത്യയിൽ സംസാരിച്ചു, അല്ല അതെനിക്ക് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞ അതിന്റെ പ്രശ്നം. ആവശ്യമില്ലാത്തടത്ത് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളാണല്ലോ പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ചെറിയ കാര്യം, ഇത്തരം വിഷയങ്ങൾ പോലും കുടുംബം തകരാൻ കാരണമായില്ല. ഇപ്പൊ അവർ നന്നായിപ്പോയി, ഇപ്പൊ അവർ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കേണ്ടത്, ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെയും നമ്മളെ മക്കളെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള, ലഹരിയുടെയും അതുപോലെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു കാരണമായി മാറുന്നു. രണ്ടാമത്തെ ഒരു കാര്യം മാനസിക പ്രശ്നങ്ങളാണ്. നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ കോഴിക്കോട് ടൗണിൽ വന്നിട്ട് അവിടെയുള്ള സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരുന്ന ആളുകളുടെ പേരും നിങ്ങൾ നോക്കട്ടെ, ആരാണ്, ഞെട്ടിപ്പോകും നിങ്ങൾ ഈ കണക്ക്. ഒരു വിശ്വാസി ഒരിക്കലും ഒരു മാനസിക വിദഗ്ധന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഒന്ന് വായിച്ചവർക്ക് ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തും ഒരു മാനസിക ഡോക്ടറുടെ അടുത്തും പോകേണ്ട കാര്യമില്ല. അത്രമാത്രം കൃത്യ ഖുർആന്റെ നിർദ്ദേശങ്ങൾ. പക്ഷെ നമുക്കറിയില്ല ഖുർആൻ എന്താ, നമുക്കറിയില്ല. ഖുർആൻ നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല. ഖുർആനിലുള്ള മനസ്സിന് സമാധാനം കിട്ടുന്ന ഭാഗങ്ങളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിപ്പോഴും അസ്വസ്ഥമാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിന്റെ അവസ്ഥ, പരിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ചവർ പോലും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പാരമ്പര്യമായിട്ട്, പരമ്പരാഗതമായിട്ട് അവരുടെ ശരീരത്തിന്റെ, അവരുടെ പൂർവികരുമായി ബന്ധപ്പെട്ട പല കാരണങ്ങൾ കൊണ്ട് മാനസിക രോഗികളാവുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടുമുട്ടുന്നവരിൽ വലിയൊരു ശതമാനം ഇത്തരത്തിൽ നിരാശ ബാധിച്ചവര്, വിഷാദം ബാധിച്ചവര്, കച്ചവടം തകർന്നതിന്റെ പേരിൽ മാനസിക പ്രശ്നം വന്നവര്, ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഉള്ളവർ അവസാനം എത്തിപ്പെടുന്നത്, ഒരു ടെൻഷൻ മാറാൻ വേണ്ടി എത്തിപ്പെടുന്നത് ഇവിടെ ഇത്തരം മയക്കുമരുന്നിനും മദ്യത്തിലാണ്. യഥാർത്ഥത്തിൽ അവിടെ എവിടേക്കാ പോകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, ബിലാലെ നീ ബാങ്ക് വിളിക്ക് എന്ന് പറയും. ബാങ്കിന്റെ സമയമാകാൻ ധൃതി കൂട്ടുമായിരുന്നു പ്രവാചകൻ. ബാങ്കിന്റെ സമയം ബാങ്ക് കൊടുക്ക്, സമയം കഴിഞ്ഞ് ആയിട്ടാട്ടോ. എന്നാലും ആ നിസ്കരിക്കാനുള്ള ആഗ്രഹം പ്രവാചകൻ പ്രകടിപ്പിക്കുമായിരുന്നു. നമസ്കരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എല്ലാ ടെൻഷനും. അത്രമാത്രം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് കുറെ കൂടി മനസ്സിന് ഒരു ഉറപ്പുണ്ടാകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇത്തരത്തിൽ നമ്മുടെ സഹോദരന്മാർ പലരും പല കാരണങ്ങൾ കൊണ്ട്, ഒരുപാട് 5-10 കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മേഖല. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ സമയമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ കുട്ടികൾ പോവാതിരിക്കാൻ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും, മാനസിക വിഷയങ്ങളാണെങ്കിലും, അതുപോലെ തെറ്റായ കൂട്ടുകൾ, ഈ പിയർ ഗ്രൂപ്പ്, സുഹൃത്തുക്കൾ, വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കുന്ന പറയും. കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളില് അവിടുത്തെ ഒരു PTA ആളിനോട് പറയാ, ഈ ഹൈസ്കൂളിൽ 11 കുട്ടികള് മയക്കുമരുന്ന് വിറ്റതിന്റെ പേരിൽ പിടിക്കപ്പെട്ടവരാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം 90% മുസ്ലിങ്ങളുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ 11 കുട്ടികളെ പിടിച്ച SLC പഠിക്കുന്ന 11 കുട്ടികളെ മയക്കുമരുന്ന് വിറ്റതിന്റെ പേരിൽ പിടിച്ചു. വാങ്ങിയതിന്റെ പേരിൽ, ഉപയോഗിച്ചതിന്റെ പേരിലുമല്ല, വിപണനം നടത്തിയ കച്ചവടക്കാരായതിന്റെ പേരിൽ പിടിച്ചു. അങ്ങനെ ആലോചിക്കുക നമ്മളെ ഈ സമൂഹം കേട്ടാ പോടുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും
ഇവിടുത്തെ ഓരോ പ്രവർത്തകരും, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇതൊരു ജാഗ്രതാ വിഷയമായി നമ്മുടെ പ്രദേശത്ത് മയക്കുമരുന്നിന്റെ ഒരാളും അത് ഉപയോഗിക്കില്ല എന്ന് ഓർപ്പിക്കണം. അത് അവനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് അവരെ മോശമായിട്ട് നമ്മൾ കാണണ്ട. അവര് നല്ല മനുഷ്യരാ, നിഷ്കളങ്കരാ. അവരെത്തിപ്പെട്ടു പോയത് അങ്ങനത്തെ വലയകൾ. വലിയൊരു രോഗമാണിത്. ഒരു രോഗം ഒരാൾക്ക് പനി പിടിച്ചാൽ നമുക്ക് അവനോട് വല്ല വിരോധമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ചികിത്സിക്കാൻ നോക്കില്ലേ ചെയ്യുക. അതേപോലെ ഇവർ ചികിത്സിക്കേണ്ട രംഗ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ അതിനുണ്ട്. ചികിത്സിക്കാൻ തയ്യാറുള്ളവരെ ചികിത്സിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ അത്തരം സംവിധാനങ്ങളിലേക്ക് അവരെത്തിക്കണം. അങ്ങനെ നമ്മളെ കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ, അകന്ന ബന്ധത്തിലായിക്കോട്ടെ, അടുത്ത ബന്ധത്തിലായിക്കോട്ടെ, അയൽപക്കത്തായിക്കോട്ടെ, നമ്മൾ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരികൾ വളരെ കൂടുതലായിട്ട് ഈ ഫീൽഡിലുള്ള പ്രശ്നത്തിലുള്ളത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരികൾ ധാരാളമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് സമയമില്ല. ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഇതിൽ നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള വളരെ അധികം പരിശ്രമങ്ങൾ ഈ കൊയിലാണ്ടി പ്രദേശത്ത് നിങ്ങൾ നടത്തണം എന്നാണ് ഈ സമയത്ത് ഒരു വസിയത്ത് എന്ന് എനിക്ക് വളരെ ദൃഢമായ രീതിയിൽ, ഉറച്ച രീതിയിൽ എനിക്ക് ബോധ്യപ്പെടുത്താണ്. കാരണം ഇത് നമ്മൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഈ കപ്പൽ ഒന്നാകെ മുങ്ങും. ഈ കപ്പല് മുങ്ങുമ്പോൾ റസൂൽ പറഞ്ഞല്ലോ, കപ്പല് മുങ്ങാൻ പോകുമ്പോൾ അതെല്ലാവരും കൂടി മുക്കാൻ വേണ്ടി ചിലരൊക്കെ അത് ദ്വാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബുദ്ധിയുള്ളവനെങ്കിലും പോയിട്ട് കൈ പിടിച്ചിട്ട് മോനത് തുറക്കല്ലേ, എല്ലാവരും മുങ്ങി ചത്തുപോകും, എല്ലാവരും കൂടി മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് നീ കപ്പലിന് ദ്വാരമുണ്ടാക്കല്ലേ, നിനക്ക് വേണ്ട വെള്ളം നീ മുകളിൽ പോയി എടുത്തോ എന്ന് പറയാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനെങ്കിലും ഈ കപ്പലിൽ ഉണ്ടാവണ്ടേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ നാട്ടില് ഇത്തരം അപകടകരമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനുള്ള ഈ കോമൺ സെൻസ് നമുക്കാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് അങ്ങനെ ആക്ഷേപിച്ചു തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ബോധമുള്ള, ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ പള്ളിന്റെ കലക്ഷൻ ഇന്ന് ഇവിടെ നടക്കുന്നത്, ഈ പള്ളിന്റെ മസ്ജിദ് മുജാഹിദിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട പിരിവാണ് നമ്മൾ നടക്കുന്ന കാര്യമായിട്ട് സഹകരിക്കുക. അതുപോലെ ഒട്ടേറെ ഒരുപാട് സഹോദരന്മാർ അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ തൊപ്പ് കണ്ടവരും പോലും ചിലപ്പോൾ ഇപ്പൊ ഇവിടെ കാണൂല. കാരണം അത്രക്കേറെയാണ് ഈ അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ അവരനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാത്തരം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു المؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين وصلى الله على محمد وعلى آله وسلم.